നിങ്ങളുടെ മൊബൈൽ ഫോൺ ഹാങ് ആകുന്നുണ്ടോ? പെട്ടെന്ന് തന്നെ തീരുമാനമാക്കി തരാം. അതിനാണ് ഞാനുള്ളത്. നിങ്ങൾക്ക് ഞാൻ പറയാൻ പോകുന്ന സെറ്റിങ്സ് മാത്രം ചെയ്താൽ മതി. അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ മൊബൈൽ ഫോണിലെ സെറ്റിങ്സ് ഓപ്പൺ ആക്കുക. സെറ്റിങ്സ് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ മൊബൈൽ ഫോണിലെ ആപ്സ് കാണാൻ സാധിക്കും. ഈ ആപ്സിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് മാനേജ് ആപ്സിൽ ക്ലിക്ക് ചെയ്ത സമയത്ത് നിങ്ങളുടെ മൊബൈൽ ഫോണിലെ എല്ലാ ആപ്ലിക്കേഷനും ഇവിടെ കാണാൻ സാധിക്കും. നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ഇവിടെ ചെക്ക് ചെയ്യേണ്ടത് നിങ്ങൾ കൂടുതൽ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷനും അതല്ല, ചുരുക്കി പറയുകയാണെങ്കിൽ നിങ്ങളുടെ എല്ലാ ആപ്ലിക്കേഷനും ഒരു ഉദാഹരണം കാണിച്ചു തരാം. ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കുക. ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്തരത്തിൽ ബാറ്ററി എന്ന് പറഞ്ഞ ഈ ഓപ്ഷൻ കാണാൻ സാധിക്കും. ചില മൊബൈൽ ഫോണിൽ ചില ഡിവൈസ് അനുസരിച്ച് മാറാൻ സാധ്യതയുണ്ട്. എന്നിരുന്നാൽ നിങ്ങൾ ചെക്ക് ചെയ്യാം. എന്നിട്ട് നിങ്ങൾക്ക് വർക്കിംഗ് അല്ലെങ്കിൽ കമൻറ്റ് ചെയ്താൽ ഞാൻ അതിൻ്റെ റിപ്ലൈ തരുന്നതായിരിക്കും നിങ്ങളുടെ സെറ്റിങ്സ് ഏതാണുള്ളത്. അപ്പോൾ ഈ ഒരു പോക്കോ C3 എന്നുള്ള മൊബൈൽ ഫോണിൽ ബാറ്ററിയിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ പല ഓപ്ഷനിലായിരിക്കും ടിക്ക് മാർക്ക് ഉണ്ടാവുക. നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും റിസ്ട്രിക്റ്റ് ബാക്ക്ഗ്രൗണ്ട് ആപ്സ് എന്ന് പറഞ്ഞ ഈ ഓപ്ഷനിലേക്ക് മാറ്റി കൊടുക്കുക. അങ്ങനെ മാറ്റി കൊടുത്ത് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഒരുപാട് റണ്ണിങ് ആകുന്ന സമയത്ത് നിങ്ങളുടെ റാം എന്ന് പറയുന്നത് കുറച്ചേ ഉണ്ടാകും. അപ്പോൾ എല്ലാം കൂടി അദ്ദേഹത്തിന് താങ്ങാനാവില്ല. അങ്ങനെ താങ്ങാനാവാത്ത സമയത്താണ് അത് നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ഓരോ ആപ്ലിക്കേഷനൊക്കെ ഓപ്പൺ ആക്കുന്ന സമയത്തും ഇങ്ങനെ ഒരുമാതിരി ലാഗ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ആക്കി വെച്ചാൽ അത് ഇനി ആ ആപ്ലിക്കേഷൻ ഇതുപോലെ നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ടിൽ വർക്കാവില്ല. പക്ഷെ നിങ്ങൾ ചെയ്യേണ്ടത് ദിവസം നിങ്ങൾക്ക് മെസ്സേജ് വരുന്ന വാട്സപ്പും അതുപോലെ തന്നെ ഫ്രീ ഫയർ, പെസ് പോലത്തെ ആപ്ലിക്കേഷനൊക്കെ ഒന്ന് നിങ്ങൾ ഇത് ചെയ്യാതിരിക്കുന്നത് നല്ലതായിരിക്കും. കാരണം നിങ്ങൾ പെട്ടെന്നൊരു പെസ് ആണെങ്കിൽ നിങ്ങൾ ബാക്ക്ഗ്രൗണ്ടിൽ പോയി പിന്നീട് അവിടെ എടുക്കുന്ന സമയത്ത് ആ ഒരു ആപ്ലിക്കേഷൻ അവിടെ നഷ്ടമായിരിക്കും. അപ്പോൾ അത്തരത്തിലുള്ള ആപ്ലിക്കേഷൻ ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത്. ഇനി രണ്ടാമത്തെ സെറ്റിങ്സ് നിങ്ങൾ ചെയ്യേണ്ടത് ഇതുപോലെ സെറ്റിങ്സ് ഓപ്പൺ ആക്കുക. സെറ്റിങ്സ് ഓപ്പൺ ആക്കിയതിന് ശേഷം നിങ്ങളുടെ മൊബൈൽ ഫോണിൽ എബൌട്ട് ഫോൺ കാണാൻ സാധിക്കും. ഒന്നെങ്കിൽ താഴെ ആയിരിക്കും ഉണ്ടാകുക. എവിടെയാണോ ഉള്ളത് അവിടെ എബൌട്ട് ഫോണിൽ ക്ലിക്ക് ചെയ്യുക. അങ്ങനെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഈ ഒരു മൊബൈൽ ഫോണുള്ളത് വേർഷൻ, അതായത് പോക്കോൻ്റെ വേർഷൻ എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണാൻ സാധിക്കും. ഇതുപോലെ ഈ ഒരു വേർഷനിൽ 7 തവണ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഡെവലപ്പർ ഓപ്ഷൻ എനേബിളായി വരും. ഇതിപ്പോൾ ഓൾറെഡി എനേബിൾ ആണ്. അപ്പോൾ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ എബൌട്ട് മൊബൈൽ ഫോണിൽ നിങ്ങൾ ഇതുപോലെ എവിടെയെങ്കിലുമൊക്കെ 7 തവണ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തായാലും ഇത് ഓപ്പൺ ആകും. പല ഡിവൈസിൻ്റെ മാറ്റത്തിനനുസരിച്ച് വ്യത്യാസങ്ങൾ ഉണ്ടാകാം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് എവിടെയാണോ 7 തവണ ക്ലിക്ക് ചെയ്തിട്ട് വരുന്നത് അത് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് വരുത്തുക. എന്നതിന് ശേഷം നിങ്ങൾ ബാക്ക് അടിച്ചതിന് ശേഷം ഒന്നെങ്കിൽ സെർച്ച് ബാറിൽ ഡെവലപ്പർ ഓപ്ഷനിൽ സെർച്ച് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ അഡീഷണൽ സെറ്റിങ്സ് അല്ലെങ്കിൽ മോർ സെറ്റിങ്സിലൊക്കെ ഏറ്റവും താഴെ വന്നാൽ അവിടെ ഡെവലപ്പർ ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്ത് ഏറ്റവും താഴേക്ക് സ്ക്രോൾ ചെയ്യാം. അങ്ങനെ സ്ക്രോൾ ചെയ്ത് ഇവിടെ എത്തും. വിൻഡോ ആനിമേഷൻ അതുപോലെ തന്നെ ആനിമേഷൻ 3 ആനിമേഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇവിടെ ആനിമേഷൻ ഓഫ് എന്ന ഭാഗത്ത് നിങ്ങൾക്ക് ഇവിടെ 1x 1.5x ആയിരിക്കും ഉണ്ടാകുക. നിങ്ങൾ ആനിമേഷൻ ഓഫാക്കി കൊടുക്കുക. ഇനി അതല്ല ആനിമേഷൻ ഓഫ് ആക്കിയില്ലെങ്കിൽ 5x അങ്ങനെ നിങ്ങൾ എല്ലാം ഓഫാക്കി കൊടുത്താൽ നിങ്ങൾക്ക് ആപ്ലിക്കേഷനൊക്കെ തുറക്കുന്നതും ഓഫ് ആക്കുന്നതൊക്കെ ഭയങ്കര സ്പീഡായിട്ട് നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കും.